ഹലോ ഹായ് കൂട്ടുകാരേ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഇന്ന് 2024 അവസാനിക്കാൻ പോവുകയാണല്ലേ. ഡിസംബർ 31. അപ്പൊ ഞാൻ റെസിപ്പി ഇടാന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ വിചാരിച്ച് എന്തായാലും എന്നെയും കൊണ്ട് കാണിക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 2024 ലാസ്റ്റ് വീഡിയോ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ സ്കാനിങ് കഴിഞ്ഞ് ഇനി ജനുവരി 15-ാം തീയതിയാണ് പോകേണ്ടുള്ളത്. അതുകൊണ്ട് ശരി നടക്കുന്നു. പിന്നെ എന്റെ പ്രാർത്ഥന ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ഓപ്പറേഷൻ ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഇനി വയ്യ കേട്ടോ. ഇപ്പൊ തന്നെ ശരീരം കൊണ്ട് ഒട്ടും വയ്യ. ഭയങ്കര നീരൊക്കെ ആയിട്ട് അദ്ദേഹത്തൊക്കെ എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ എണ്ണയൊക്കെ ഇങ്ങനെ പോകുന്നു. പിന്നെ ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഹാപ്പി എന്ന് വെച്ചാൽ ഒരുപാട് സങ്കടങ്ങൾ കൂടി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഹാപ്പി ആവുമല്ലോ. അങ്ങനെയൊന്നും കേട്ടോ. നമ്മൾ ചേട്ടനൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്. പിന്നെ അസുഖം ഈ ചിലവരുടെയൊക്കെ രോഗം കേട്ടാൽ നമുക്ക് എന്താ പറയുന്നത്, എനിക്കപ്പോൾ സങ്കടം വരും. കാര്യം എനിക്കൊന്നും അത്ര ഇല്ലല്ലോ. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോണില്ലേ. അപ്പം നമ്മൾ 2024 അവസാനിക്കുകയാണ്. 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ അല്ലേ. എനിക്കും സങ്കടങ്ങളില്ലാതെ അസുഖങ്ങളില്ലാതെ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം. പിന്നെ സങ്കടങ്ങളെ വരത്തില്ലെന്നല്ല, എല്ലാവർക്കും സങ്കടവും സന്തോഷവും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മൾ ഒരേ മനസ്സോട് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ. എന്ത് വന്നാലും വരട്ടെ, നമ്മുടെ തലയിൽ എഴുതിയെല്ലാം വരുമല്ലോ, വരട്ടെ, നമുക്കതിനെ തരണം ചെയ്ത് ഇങ്ങനെ പോവാം. അപ്പൊ അങ്ങനെ പിന്നീട് എന്റെ പരിപാടി എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തയിൽ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് എഴുതും കേട്ടോ. പേപ്പറിനകത്ത് എഴുതിയിട്ട് കൊണ്ടുപോയി കത്തിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ പേപ്പർ എഴുതിയിട്ട് കൊണ്ടുവന്ന് കത്തിച്ച് നോക്കും കേട്ടോ. നല്ല വ്യത്യാസം വരും. മനസ്സിലൊരു പോസിറ്റീവ് എനർജി വരും. ഞാനാണെങ്കിൽ പൊതുവേ പണ്ടേ ഭയങ്കര എഴുത്തുകാരി കേട്ടോ. ചുമ്മാ ഡയറി കുത്തിക്കൊടുക്കുക. എനിക്ക് ഡയറി ഒന്നും കുത്തിക്കൊടുത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മുടെ ബുക്കിനകത്ത് എഴുതി വെക്കുക. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. എന്ത് വേണമെങ്കിലും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് എന്നും അതെടുത്ത് ഇങ്ങനെ വായിച്ച് അതൊക്കെ ഒരു നല്ല അനുഭവമാണ് കേട്ടോ. നമുക്ക് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ ഈ നെഗറ്റീവ് വരുന്ന ചിന്തകൾ അപ്പൊ തന്നെ എഴുതണം. ഒരുപാട് എല്ലാ മനുഷ്യരിലും നെഗറ്റീവ് ചിന്തകൾ വരും. അപ്പൊ എഴുതണം. എഴുതിയിട്ട് കൊണ്ടുപോകാൻ കത്തിച്ചാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോ ഇങ്ങനെ ഓരോരോ വീഡിയോയിൽ കണ്ടുള്ള അനുഭവം. പക്ഷെ എനിക്ക് ഇതെല്ലാം നല്ലൊരു എന്റെ ജീവിതത്തിൽ അനുഭവം, നല്ല അനുഭവങ്ങളായിട്ട് വരുന്നതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞാട്ടെ. എനിക്ക് നല്ല കാര്യങ്ങൾ സാധിച്ചെന്ന് വെച്ചാൽ എന്റെ ഓരോ കാര്യങ്ങളും എനിക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അപ്പൊ എന്റെ കൂട്ടുകാരും കൂടെ ഇതൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാട്ടോ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഞാൻ രാത്രി ഇന്ന് ലൈവ് ഇടാൻ വിചാരിച്ചു കേട്ടോ. ഇന്ന് ഞാൻ ന്യൂ ഇയർ നമ്മുടെ ലാസ്റ്റ് ദിവസം ഇന്ന് ആരംഭിക്കുന്ന ദിവസമല്ലേ. അപ്പൊ ഇന്നൊരു ലൈവ് ഇടണം. അപ്പൊ പറ്റുന്നവരൊക്കെ വരണം കേട്ടോ. അപ്പൊ ഓക്കെ.